എന്ത് കാര്യം പറയുന്നത് കേട്ടില്ലേ? ഇതൊക്കെ കേട്ട ആരാ വിചാരിക്കത്തത് ഞാൻ നോക്കാതെയും തിരക്കാതെയും ഇങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുകയാണെന്ന്? എടി, രാഘവേട്ടന്റെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നത്? പിന്നെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, എന്തൊരു കഷ്ട. പൊന്നി, നമുക്കിന്ന് പോണ്ട. കച്ചവടം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാത്തതിന്റെ കുഴപ്പം കൊണ്ട് കച്ചവടം ഒന്നും മുടക്കണ്ട. എന്നിട്ട് പിന്നെ ഞാൻ കാരണമുള്ള കഞ്ഞൂടി മുട്ടിയെന്ന് പറയാനല്ലേ ഞാൻ പോയേക്കാന്ന്. ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം. പിന്നെ ഒരു കൈസാരം എന്ന ആളിനെ നീ ഓടിച്ചു വിട്ടില്ലേ? ആ പിള്ളേ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാടുമെല്ലാം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അയാൾ പൊന്നുപോലെ എന്നെ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയേനെ. ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോയാ മതി. ഇല്ലേ, നീ കൽപ്പിക്കുമ്പോ ഓട്ടോ കൊണ്ട് നിൽക്കുമല്ലോ. ആളെ വിളിച്ചെടുത്തുന്നല്ലേ പറയുന്നേ. എത്ര കാലമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാ. അവിടെ അറിയേ സന്തോഷത്തോടെ ചെയ്തു കൂട്ടുമല്ലോ. ബാക്കിയുള്ളൊരു കാര്യമൊന്നും അറിയണ്ടല്ലോ. ബാക്കിയുള്ളവർ എങ്ങനെ നടക്കുന്ന പോകുന്നൊന്നും അറിയണ്ടല്ലോ. പിള്ളച്ചേട്ടൻ കൂടെ ഇല്ലാത്തതിന്റെ പരിഭവമാ. ശരിയാ, ആ ദേഷ്യം എന്നോടിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും രാഘവേട്ടൻ റെഡിയാവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം. പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ശാന്തിയേച്ചിയെ കണ്ടിരുന്നു. അപ്പോഴാ ശാരിക അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞത്. ഏത് ശാരിക? ശാലിനി കുഞ്ഞിന്റെ ചേച്ചി, ശാരദാമ്മയുടെ മൂത്ത മോള്. ഓ, അവരിപ്പോ അവിടെ ഉണ്ടത്രേ. എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ കേട്ടത്. അത് പിന്നെ ഇല്ലാതിരിക്കോ? ശാരദാമ്മയുടെ അല്ലേ കുടുംബം. ശാന്തയുള്ളതുകൊണ്ട് അപ്പപ്പ ന്യൂസുകൾ ഇവിടെ എത്തുന്നുണ്ടല്ലേ? കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ. എന്റെ മനസ്സിലെ ഇപ്പൊ അതൊന്നും അല്ല ചിന്ത. രാഘവേട്ടന്റെ കാര്യ ഒറ്റയ്ക്ക് എങ്ങനെയാ പറഞ്ഞു വിടുക? ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരിക്കുമെന്ന് എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യമ്മേ. നമ്മൾ വരുമ്പോ ഒരു കുഴപ്പവും ഇല്ലാതെ രാഘവൻ സാർ ഇവിടെ ഉണ്ടാവും. സുഖമില്ലാതായിട്ട് മരുന്നിന് പോകാൻ പറഞ്ഞിട്ട് പോലും പോകുന്നില്ല. അയ്യോ, സാറിനെന്ത് പറ്റി? രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്ന് ചുമക്കായിരുന്നു. അയ്യോ, എന്നിട്ട് മരുന്നിന് പോയില്ലേ? ഒരു കണക്കിന് ഉന്തി തള്ളി ഇന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പോകുവോ, മരുന്ന് വാങ്ങിക്കുവോ ആർക്കറിയാം. അത് പോയതിലും കഷ്ടമായി തിരിച്ചു വരുവോ ഒന്നും അറിയത്തില്ലെന്നേ. പിള്ളേ, ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ, പക്ഷെ സമ്മതിക്കണ്ടേ? ഒരു കണക്കിനെ ഞാൻ പറഞ്ഞു വിട്ടത്. നമ്മള് സ്ഥിരം കാണുന്ന ഡോക്ടറെ അടുത്തേക്കല്ലേ പോയിരിക്കുന്നത്? അതെ, സാജൻ ഡോക്ടർ. എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിലേക്ക് വരികയും ചെയ്യാം. അല്ല, അതെ, അപ്പൊ കച്ചവടോ? രാഘവൻ സാറിന് സുഖമില്ലെന്ന് കേട്ടോണ്ട് എങ്ങനാ പൊന്നി ഞാൻ ഈ കച്ചവടമായിട്ട് ഇവിടെ ഇരിക്കുന്നത്? ഇത് ഇവിടെ കുത്തിയിരുന്ന് വിറ്റുപോകാത്ത ഏതെങ്കിലും ടിക്കറ്റിന് അടി വന്നാലാണ് ഭാഗ്യം വരുന്നത്. പക്ഷേ രാഘവൻ സാറെന്ന് പറഞ്ഞ അത് എന്നും എന്റെ ഒപ്പം കൂടെ ഉള്ള ഭാഗ്യമാ. ഇനിയിപ്പോ ഇതും കൂടെ കൊണ്ടുപോകാം. ശരി പിള്ളേ. അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാതെ പോയതാ ഞാൻ ചെയ്ത തെറ്റ്. കണ്ടില്ലേ, പറഞ്ഞപ്പോ തന്നെ ആള് ഓടിയത്. ശരിയാ സത്യമ്മേ. രാഘവൻ സാറിന് സുഖമില്ലാതിരിക്കാന്ന് പറഞ്ഞപ്പോഴേ ലോട്ടറി കച്ചവടം നിർത്തി പിള്ളച്ചേട്ടൻ പോയി. ഇനി നമുക്ക് സമാധാനായിട്ട് പോകാം. രാഘവേട്ടന്റെ കാര്യം പിള്ള നോക്കിക്കോളും. സമാധാനായി. നീ വാ. ചാകാനാണെങ്കിൽ വേറെ വല്ല വഴി നോക്കണം. ദേഹത്ത് മണ്ണ് പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഒരു മനസാക്ഷി ഇല്ലാത്തമാര് ഓടാ. സാറേ, സാറെന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? അയ്യോ സാറ്, സാറ് ഇവിടെ ഇരുന്നാ എവിടെങ്കിലും തിരുന്നാ മതി. എന്തോടാ പിള്ളേത്? കൊറേ ലോട്ടറി അതൊക്കെ വാങ്ങിയ കച്ചവടത്തിനാ. ലോട്ടറി കച്ചവടോ?
താനോ? അതൊക്കെ പോട്ടെ, സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുപോകായിരുന്നല്ലോ. അതിന് ഞാൻ വെള്ളം കിടക്കൂലായിരുന്നോ? എന്ത് വിണക്കം, സാറിന് എന്തെങ്കിലും വന്നു എന്നറിഞ്ഞ ഈ രമണൻ പിള്ളയ്ക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റൂ? ഞാനേ ഡോക്ടറെ കണ്ടു വരുന്ന വഴിയാ, ഭയങ്കര തിരക്കാ. ഡോക്ടർ എന്ത് പറഞ്ഞു സാറേ? മരുന്ന് വന്നു, കൃത്യമായിട്ട് കഴിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് കഴിക്കാൻ പറ്റിയൊന്നും വരത്തില്ല എന്ന്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെ എന്നോടും കുടുംബത്തോടും വഴക്കിട്ട് എങ്ങോട്ടോ പോയേക്കുവാന്ന്. അയാൾ തിരിച്ചു വരുവാന്നേ കൃത്യമായിട്ട് കഴിക്കാന്ന് പറഞ്ഞു. എന്റെ രാഘവൻ സാറേ, സത്യാമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ വരാതിരുന്നത്. അല്ലാതെ എനിക്ക് ആരോടും വഴക്കും ഒന്നുമില്ല. എടോ, താനല്ലടോ എന്റെ സാരഥി. എന്റെ ശബ്ദവും ശരീരവും ഒക്കെ താനാ. അപ്പൊ പിന്നെ താൻ വരാതായ പിന്നെ ചത്തയിലൊക്കെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ പോകില്ലേ? അപ്പോ താൻ്റെ കൂടെ കാണുമോ ഇനിയെങ്കിലും? താനില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലടോ. അതവക്കറിയില്ലല്ലോ. താനങ്ങ് ക്ഷമിച്ചുകളാ. അവളൊരു വാപോയ കോടാലി എന്ന് എനിക്കറിയാവുന്നതല്ലേ. അല്ല സാറേ, എനിക്ക് പിണക്കൊന്നുമില്ല സാറേ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സത്യാമ്മ വന്നപ്പോ അതൊക്കെ താനേ അങ്ങ് മാറി. അവളൊന്ന് തന്നെ കണ്ട? പിന്നെ ഇല്ലേ, സാറ് ഒറ്റയ്ക്ക് പോയതിന്റെ സങ്കടം കൊണ്ട് എന്നോട് ഒന്ന് പറയായിരുന്നു കൂട്ടിക്കൊണ്ട്